അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ F-35 എന്ന് പറയുന്ന അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം നമുക്ക് നൽകാമെന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇന്ത്യക്ക് മുന്നിൽ വാഗ്ദാനം വെച്ചതാണ്. പക്ഷേ നമ്മളതൊന്നും സ്വീകരിച്ചില്ല. മാത്രമല്ല Su-57 എന്ന് പറയുന്ന റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ Su-57E എന്ന് പറയുന്ന അത്യന്താധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനം അവർ ഇന്ത്യക്ക് നൽകാമെന്ന് മാത്രമല്ല, അതിന് വേണ്ട സാങ്കേതിക വിദ്യകൾ കൂടി നമ്മൾക്ക് പങ്കുവെക്കാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ Su-57E എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം വേണമെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ അല്ലെങ്കിൽ ആത്മനിർഭർ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം. അപ്പോൾ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് നൽകാം എന്നൊക്കെ റഷ്യ പറയുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായിട്ട് നമുക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നു, നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം എന്താ? റഷ്യയുമായിട്ടുള്ള ആയുധ കച്ചവടം നിർത്തണം, അവരിൽ നിന്ന് എണ്ണ വാങ്ങി മറിച്ച് വിൽക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. അതിനെ തുടർന്നാണ് നമുക്കുമേൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം തുടരുന്നു. അതിൻ്റെ ഒരു നന്ദി സൂചകം എന്ന നിലയിലാണ് ഇപ്പോൾ പറയുന്നത് Su-57E എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം നമുക്ക് തരാമെന്ന്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ F-35 യുദ്ധവിമാനം ഏതാണ്ട് 11 കോടിയോളം രൂപയാണ് അതിൻ്റെ വില. എന്നാൽ Su-57E എന്ന് പറയുന്നത് 8 കോടിയോളം രൂപയേ ഉള്ളൂ. പക്ഷേ ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം ഏതാണ്ട് 40 ദിവസത്തോളം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് കിടന്നത് നമ്മൾ കണ്ട. അതിനുശേഷം അമേരിക്കയിലെ അവരുടെ ഒരു പരിശീലന പറക്കലിനിടയിൽ ഈ ഒരു മറ്റ് F-35 വിമാനം തകർന്നു വീണു. അങ്ങനെ 11 വർഷത്തിനിടയിൽ ഏതാണ്ട് 20ഓളം F-35 തകർന്ന ഒരു സാഹചര്യത്തിൽ അതിന് ലോകമെങ്ങും ഏതാണ്ട് മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് തന്നെ പറയാം. ഇതിനിടയിലാണ് റഷ്യ നമ്മളുമായിട്ട് ചേർന്ന് ചില ബന്ധങ്ങൾ ശക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ഇന്ത്യ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതായത് ഇനിയുള്ള യുദ്ധകാലത്ത് വിമാനങ്ങളെക്കാൾ വേണ്ടത് ഡ്രോണുകളാണ്. അത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ഡ്രോണിൻ്റെ വികസനം നടത്തണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡ്രോണിൻ്റെ സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ അതിൻ്റെ വികാസത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു. എന്നിട്ടും റഷ്യ പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് Su-57Eയും അതിൻ്റെ സാങ്കേതികവിദ്യ സോഴ്സ് കോഡ് എല്ലാം തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് ഇതേ യുദ്ധവിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം. അതായത് നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നമ്മൾ Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനം റഷ്യൻ സഹകരണത്തോടുകൂടി നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് Su-57E എന്ന് പറയുന്ന റഷ്യൻ വിമാനവും നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തദ്ദേശീയമായ 60% പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധവിമാനം നിർമ്മിക്കാൻ കഴിയും. ഇതൊരു നല്ല നീക്കമാണ്. മാത്രമല്ല അസ്ത്ര എന്ന് പറയുന്ന എയർ ടു എയർ മിസൈല്, രുദ്ര എന്ന് പറയുന്ന ആൻറ്റി റേഡിയേഷൻ മിസൈല്, വിരുഭാഷ എന്ന് പറയപ്പെടുന്ന AESA റഡാർ എന്നിവയെല്ലാം തന്നെ Su-57Eയിൽ ഘടിപ്പിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താം. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും ഉൾപ്പെടുത്താമെന്നൊക്കെയാണ്. അപ്പോൾ നിലവിൽ ട്രംപുമായിട്ട് ഇന്ത്യക്കുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ഭിന്നത അതിനെ കൃത്യമായിട്ട് മുതലെടുക്കാനായിട്ടാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇതിനോടൊരു അംഗീകാരം അല്ലെങ്കിൽ ഓക്കെ പറയുകയാണെങ്കിൽ ആദ്യഘട്ടമായിട്ട് 20 മുതൽ 30 വരെ Su-57E 5th ജനറേഷൻ യുദ്ധവിമാനം നമുക്ക് തരും. അതും 3-4 വർഷത്തിനിടയ്ക്ക്. ബാക്കിയുള്ളവ നമുക്ക് തദ്ദേശീയമായി നിർമ്മിക്കാം. ഇത് കേട്ടപ്പം നമ്മൾ ചാടിക്കേറി യെസ് എന്നും നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മളുടെ പ്രധാന ലക്ഷ്യം ഈ ആളില്ലാ വിമാനം, അതുപോലെ തന്നെ ഡ്രോണുകൾ, ഇതൊക്കെ തന്നെ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും US-ൻ്റെ F-35 എന്തായാലും വാങ്ങണ്ടായെന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത് മേടിച്ചു വെച്ചാൽ അതൊരു പ്രദർശന വസ്തുവായിട്ട് മാറും. മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ F-35 പറത്താൻ ധൈര്യപ്പെടുന്നില്ല. ഇസ്രായേൽ അടക്കം 17 രാജ്യങ്ങൾക്ക് F-35 ഉണ്ട്. കാരണം നിലവിൽ അത് ഉപയോഗിക്കാതിരുന്നാൽ തകരാതെങ്കിലും രക്ഷപ്പെടുമല്ലോ, ഇത് ഉപയോഗിച്ച് തകർന്നു പോയാൽ എന്ത് ചെയ്യും എന്ന് പേടിക്കുന്നവരുമുണ്ട്.
അപ്പോൾ ആത്മനിർഭർ പദ്ധതിയിലൂടെ തദ്ദേശീയമായ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മിതിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് റഷ്യ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ മുന്നോട്ട് വന്നിട്ട് ഒരു സമഗ്ര പാക്കേജ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്വാധീനത്തിൽ നമ്മൾ വീണുപോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ 5ാം തലമുറ യുദ്ധവിമാനം എന്ന് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് Su-57 ജെറ്റ് അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നൽകാമെന്നുള്ള റഷ്യയുടെ വാഗ്ദാനത്തെ നമ്മൾ ഏതാണ്ട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷമുണ്ടായ അനുഭവ പാഠങ്ങൾ ഇന്ത്യക്ക് വലിയൊരു കരുത്ത് പകർന്നു നൽകിയെന്ന് പറയാം. കാരണം ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് ആധുനിക കാലത്തെ യുദ്ധത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കി. കാരണം തുർക്കിയും ചൈനയും കൊടുത്ത മിസൈലുകളും ഡ്രോണുകളുമൊക്കെയാണ് പ്രധാനമായും ഇന്ത്യയെ ആക്രമിച്ചത്. ഇപ്പോൾ രാജസ്ഥാനിലെ ബോർഡറിൽ ഉൾപ്പെടെയുള്ള ഇത്തരം ആക്രമണങ്ങൾ കടുത്ത രീതിയിൽ വന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള റഷ്യ നൽകിയ S-400 തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ആ ഡ്രോണുകൾക്ക് ഇത്തരത്തിലൊരു ആക്രമണശേഷി ഉണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്ക് നേരത്തെ പറഞ്ഞിരുന്നു, ഇനി യുദ്ധവിമാനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം കോടിക്കണക്കിന് രൂപ അതിന് ചിലവഴിക്കണം, അതിനകത്ത് മനുഷ്യൻ്റെ അധ്വാനം വേണം. ഇവിടെ അതൊന്നും വേണ്ട, ആളില്ലാത്ത വിമാനങ്ങളാണ് വരുന്നത്. ഒരു വിമാനത്തിന് സമാനമായ വലുപ്പത്തിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ പരീക്ഷണവും ഗവേഷണവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇത് റഷ്യ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയും പറയുകയാണ്, പുതിയ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഗവേഷണത്തിലേക്ക് ഞങ്ങളും കടക്കുന്നു, ഒപ്പം ഇന്ത്യയുമായിട്ട് സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതായത് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിൽ വലിയൊരു ഭാഗവും ഡ്രോണുകൾ ഉപയോഗിച്ചാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, തന്ത്രപ്രാധാന്യം ഏറിയതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ഡ്രോൺ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ Su-57 എന്ന് പറയുന്ന ഏറ്റവും മികച്ച അത്യന്താധുനികമായ 5ാം തലമുറ യുദ്ധവിമാനം നമുക്ക് നൽകാമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഇതിന് സമാനമായ യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഓഫർ എന്ന നിലയിലാണ് നമുക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ റഷ്യ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല Su-57 ഈ ജെറ്റിൻ്റെ സോഴ്സ് കോഡ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയൊക്കെ കൈമാറുക എന്ന് പറഞ്ഞാൽ അത് റഷ്യയ്ക്ക് മാത്രമേ ഇന്ത്യയുമായി പങ്കുവെക്കാൻ കഴിയൂ. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു വാഗ്ദാനം നമ്മൾ നിരസിക്കുകയില്ല. പക്ഷേ ഒരു പറയുന്നത് അത് എത്ര താമസിച്ചാണ് അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഡ്രോൺ മേഖലയിലെ സാങ്കേതിക പ്രവർത്തനങ്ങളുമായിട്ട് അതിൻ്റെ ഗവേഷണങ്ങളുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം F-35 എന്ന യുദ്ധവിമാനം അമേരിക്ക നൽകുമ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ നോ പറയാനും നമ്മൾ തയ്യാറായി. ഒപ്പം Su-57E എന്ന് പറയുന്ന റഷ്യയുടെ നിലവിലെ ഏറ്റവും മികച്ച 5ാം തലമുറ യുദ്ധവിമാനം അത് ഇന്ത്യക്ക് തരാൻ തയ്യാറായിട്ടുണ്ട്. ഏതാണ്ട് 3-4 വർഷത്തിനുള്ളിൽ 20 യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിച്ച് നൽകാമെന്നുള്ള ഒരു ഓഫറാണ് റഷ്യ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം റഷ്യയ്ക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ റഷ്യയെ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഉപരോധം ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തിയപ്പോൾ കൈ പിടിച്ച് സഹായിച്ചത് ഇന്ത്യയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങി സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതും ഇന്ത്യയാണ്. ഈ നയതന്ത്ര സാമ്പത്തിക സൈനിക സൗഹൃദം അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയും അതിന് കൈ കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലായും തെളിഞ്ഞു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.